ഫ്രണ്ട് പ്രീസസ് എന്ന് പറഞ്ഞ മഹാവ്യക്തിനോടാണ് കാര്യം പറയാനുള്ളത്. എന്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് കമന്റ് കാണിക്കുന്നുണ്ട്. എന്റെ കാരണക്കുട്ടി അടിച്ച് ഞാൻ പൊട്ടിച്ചേരാം. ഒരു വീഡിയോന്റെ മുന്നിട്ട് ഒരു 10, 12, 15 കമന്റ് ആണ് ഈ വ്യക്തി എന്താക്കുന്നത്, എന്റെ വീഡിയോ ഇടുന്നത്. ആ വീഡിയോപരമായിട്ട് ഒരു ബന്ധമില്ല. അതൊരു വീഡിയോ അല്ല, എന്റെ എല്ലാ വീഡിയോക്കും മുകളിൽ വന്നിട്ട് ആ വീഡിയോ സംബന്ധമായിട്ടുള്ള ഒരു കമന്റ് അല്ല, അതിന്റെ വിപരീതമായിട്ട് വീട്ടിലിരിക്കുന്ന ഉമ്മനെ കുറിച്ചിട്ടും ഉപ്പനെ കുറിച്ചിട്ടും ഫാമിലിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവൻ പറഞ്ഞത്. നിന്റെ അസുഖം എന്താന്ന് എനിക്കറിയാം. അതെന്താക്ക നീ നേരെ വീട്ടിൽ പോവാ. എന്റെ അച്ഛനോടും അമ്മനോടും പെങ്ങന്മാരുണ്ടെങ്കിൽ എന്താക്ക, പെങ്ങന്മാരോടും എന്താക്ക അത് തീർക്ക. അതിനൊരു സൊല്യൂഷൻ വരുന്നത് അതാണ്. നിനക്ക് എന്നിൽ നിന്ന് നേരിട്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പാസ്പോർട്ടിനോട് അയച്ചുകൊണ്ടാ, എനിക്ക് വിസയും ടിക്കറ്റും ഞാൻ അയച്ചു തരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താക്ക തീർക്ക. അതെല്ലാം ഉണ്ടെങ്കിലും മോനെ നിന്റെ അഡ്രസ്സ് തന്നാളാ, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ എനിക്കൊരു മര്യാദ ഉണ്ട്. എന്റെ ഫാമിലി എന്നെ പഠിപ്പിച്ചത്, ഉപ്പയൊന്നും പഠിപ്പിച്ചത് മനുഷ്യന്മാർ നല്ലോണം നിൽക്കാനും പിടിക്കാനാണ്. മനസ്സിലായി? ഞാൻ അതല്ല, നിനക്ക് നിന്റേതായിട്ടുള്ള സ്റ്റൈൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താക്ക, നിന്റേതായി മാറേണ്ടി വരുമല്ലോ സാഹചര്യം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താക്ക, ഞാൻ അതും ആവാം. എന്റെ കാരണക്കുട്ടി അടിച്ച് ഞാൻ പൊട്ടിച്ചേരാം. എന്നെ മേലാൽ ഇങ്ങനെ എന്താവരുത്, മറ്റുള്ള ആളുകൾ ഫാമിലിനെ കുറിച്ചുള്ള ഒരു കമന്റ് ഇടാനുള്ള അവസ്ഥ എനിക്ക് എന്താക്കരുത്, ഞാൻ ഉണ്ടാക്കി തരില്ല. എന്റെ കാരണക്കുട്ടി അടിച്ച് ഞാൻ പൊട്ടിക്കും. നിന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് അതാണ് നിനക്ക്, അത് കണ്ടാണ് നീ വളരുന്നത്. അപ്പൊ അതെന്താക്ക, ഒന്നുകൂടി അവിടെ ഇപ്പൊ എന്താക്കാം, നിന്റെ അസുഖം തീർക്ക. അതെല്ലാം ഉണ്ടെങ്കിൽ എന്റെ അസുഖം ഞാൻ തീർത്തോളാം. എന്റെ നല്ലൊരു മകണ്ടല്ലോ, അത് അടിച്ച് ഞാൻ പൊട്ടിച്ചേരാം. മനസ്സിലായില്ലേ? പിന്നെ നിന്റെ പേരിന്റെ അർത്ഥം എന്താ നിനക്കറിയോ? വിലമതിക്കാനാത്ത ആത്മാവ്. ആ ആത്മാവിനെ ഞാൻ തന്നെ മുളക് അയച്ചുതരാം. മനസ്സിലായോ? ഇനി മേലാൽ വേണ്ടാത്ത കമ്മൽ ഇട്ട് വന്നാൽ പ്രീസസോലെ അടിച്ച് കണ്ണയാ പൊട്ടിക്കണ്ട ഞാൻ. മനസ്സിലായില്ലേ? ഇത്ര വെച്ച് ഞാൻ തക്കുന്ന ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അതെല്ലാം കളിക്കാന്നുണ്ടെങ്കിൽ ബാക്കി ഞാനും കളിക്കും. എന്തിനാണ്ട വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നവരെ അവരെന്ത് തെറ്റ് ചെയ്തിരിക്കണടാ? എന്തിനാണ് ആ പാവങ്ങളെ നീ പഠിപ്പിക്കേണ്ട ആവശ്യം? തല്ലി എരുന്ന് വാങ്ങാൻ നടക്കാണോ?